അപ്പൊ ഞാൻ പറഞ്ഞു മൊബൈലിന് അഡിക്ഷൻ ആകുന്ന ഒരവസ്ഥ എങ്ങനെയാണ് നമ്മൾ അറിയാതെയാണ് ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്നത്. അപ്പൊ ഞാനും ഇത് പറയാനുള്ള കാരണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ്. എൻ്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ മൊബൈൽ കാണുന്നതിലൂടെ എന്താണ് നമ്മുടെ ബ്രെയിന് സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലും വലിയവരിലും ഒക്കെ റേഡിയേഷൻ സംഭവിക്കുന്നുണ്ട് ഈ മൊബൈൽ കാരണം. പക്ഷെ അത് വലിയവരെക്കാളിലും ഒരു 60% കുട്ടികൾക്കാണ് ബാധിക്കുന്നത്. കാരണം അവരുടെ തലച്ചോറ് വളരെ മൃദുവായി തിന്നായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയവരെക്കാളും പെട്ടെന്ന് അവർക്ക് എഫക്റ്റ് ആവും. കണ്ണിന് കുഴപ്പം ഉണ്ടാകുന്ന ആളുകളുണ്ട്, കാഴ്ച നഷ്ടപ്പെടുന്നവരുണ്ട്, പല ജാതി അസുഖങ്ങൾ വരുന്നവരുണ്ട്. ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പോ നന്നായിട്ട് കുട്ടികൾ പല രീതിയിലാണ് മൊബൈൽ നോക്കുന്നത്, അല്ലേ? ഇപ്പൊ കിടന്നുകൊണ്ട് നോക്കുന്നത്, അപ്പൊ അവരൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ നോക്കൂടെ, മൊബൈലിൽ കുട്ടികൾ ഇങ്ങനെ വെച്ചായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും എന്താണ്, നമ്മുടെ കണ്ണിന് ഒരുപാട് പ്രയാസങ്ങൾ വരുത്തുന്നു. നമ്മളെ കുട്ടികളുടെ അവരുടെ കണ്ണ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഒന്ന് ആലോചിച്ചു. നമുക്ക് ദൈവം വെറുതെ തരുന്ന കാര്യങ്ങളോടൊന്നും നമുക്ക് ഒരു മതിപ്പും ഉണ്ടാവില്ല. ശരിക്കും അതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു കണ്ണ് നമുക്ക് ദൈവം തരുന്നുണ്ട്. നമുക്ക് ദൈവം തരുന്ന എല്ലാ കാര്യത്തിനും വില മതിക്കാത്തതാണത്. പക്ഷെ നമ്മൾ അതിനൊരു വിലയും കാണുന്നില്ലായിരുന്നു. പിന്നീട് അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ലക്ഷങ്ങളും ഇതിലപ്പുറവും കൊടുത്തിട്ട് വേണം പിന്നെ അത് വാങ്ങാൻ. നമ്മൾ അതിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകളായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നതാണ് മക്കൾ. മക്കൾ എന്ന് പറഞ്ഞ ഒരു മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നമുക്ക് എന്താ പറയാ, നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാറ്? ഒരു മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവർക്ക് അസുഖമൊന്നും വരുത്തരുതേ, അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണേ, ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പോ അത് എത്രത്തോളം നമുക്ക് കുട്ടികൾക്ക് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മളെ എത്രത്തോളം അത് ബാധിക്കും എന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് എത്രമാത്രം അത് എഫക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരായാലും നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, ആരോഗ്യമുള്ള കുഞ്ഞിനെ തരണേന്ന്. അപ്പോ ഇവരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാം മറന്നു പോവുകയാണ് സത്യം പറഞ്ഞു. അപ്പോ ഓരോ കുട്ടികളും ഇപ്പൊ ഓട്ടിസം ബാധിച്ചത്, അല്ലെ വേറെ സെറിബ്രൽ പാൾസി, ഇങ്ങനെ പല പല അസുഖങ്ങളുണ്ട്. ഇതൊക്കെ ബാധിച്ച കുട്ടികളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ. പക്ഷെ അതൊന്നുമില്ലാതെ ദൈവം നമുക്ക് നല്ല അനുഗ്രഹീതരായ ഈ മക്കളെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണ്ടേ? നമ്മളൊന്ന് മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ പറയണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ നമ്മൾ അതൊന്നും പറയാതെ നമ്മൾ അതെല്ലാം മറന്നുപോയി നമ്മളെ കുട്ടികളെ ഒരു നേരായ ദിശയിലേക്ക് നയിക്കുന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതൊന്ന് ആലോചിച്ചു. നമ്മൾ ഇതിൽ നിന്ന് മാറേണ്ടതില്ലേ? നമ്മളെ ഇത്രയും അനുഗ്രഹീതമായിട്ടുള്ള ഈ മക്കളെ നമ്മൾ അനുഗ്രഹീതമായ ഒരു വഴിയിലൂടെയല്ലേ നീക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കും. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ കരുതൽ എന്താണ്, നമ്മുടെ മക്കള് നമ്മളെ പോലെ ആവരുത്, അല്ലേ? പലപ്പോഴും മക്കൾ ആരായി തീരണം എന്ന് പറയുമ്പോൾ എന്നെ പോലെ ആവരുത് എന്നുള്ള ഒരു രീതിയിലാണ് മിക്ക രക്ഷിതാക്കളും പറയുന്നത്. കാരണം എന്താ? നമ്മൾ തന്നെ പറയണം നമ്മൾ പോരാ, അല്ലേ? എന്നിട്ട് നമ്മൾ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അങ്ങനെയാവുമ്പോ എന്താ സംഭവിക്കുക? ശരിക്കും പറഞ്ഞാല് മക്കള് നമ്മളെയാണ് കണ്ട് വളരുന്നത്. അപ്പൊ നിങ്ങളിത് 24 hour മൊബൈലിലാണെങ്കിൽ കുട്ടി എങ്ങനെയായിരിക്കും ആലോചിച്ചു? നിങ്ങൾ വീടുകളിൽ നിങ്ങളുടെ പണി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കും. മോൻ വന്നാൽ പോലും നിങ്ങൾ അറിയുന്നില്ല.
മോൻ എന്തെങ്കിലും നിങ്ങളോട് അല്ലെങ്കിൽ മോളോ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ ആട്ടി ഓടിക്കും. ഒരു 4 പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് ഉമ്മ ഇത് നോക്കി ഇതെന്താണ് എന്നുകൊണ്ട് ചിലപ്പോൾ ഒരു പുസ്തകമായിട്ട് വരികയെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കൂളിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടി അവര് വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങളൊരു 4 പ്രാവശ്യം അവരെ ഒന്ന് അകറ്റിയാൽ ഇപ്പൊ എനിക്ക് ഒഴിവില്ല നീ പോയിക്കോ, കാരണം അമ്മ ചിലപ്പോൾ നല്ല സീരിയലോ അല്ലെങ്കിൽ ബന്ധമോ കാര്യപ്പെട്ട് നല്ല റീൽസോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കേ. ഈ ഒരു സമയത്താണ് നമ്മളോട് മക്കൾ പറയുന്നത് മിക്ക ആളുകളുടെയും പ്രതികരണം ഇങ്ങനെയാണ്. ഈ ഒരു സമയം ഒരു 4 പ്രാവശ്യം മക്കൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവര് നിങ്ങളിൽ നിന്ന് പോകും. അത് മാത്രമല്ല അവർക്ക് ഈ മൊബൈൽ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. കാരണം എന്താണ്, നിങ്ങൾ ഇത് 24 അവർ ഇതിലാണ്, പിന്നെ എന്തുകൊണ്ട് അവർക്ക് കണ്ടുകൂടാ? അവര് നിങ്ങൾ ചോദ്യം ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നമ്മളെ കൺട്രോൾ ആവണം. നമ്മള് സീരിയൽ കാണുകയെ, നമ്മള് സിനിമ കാണുകയെ, നമ്മൾ ഇതിലുള്ള ഷോർട്സ് കാണുകയെ, റീൽസ് കാണുകയെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികൾ കരുതൽ എന്താണ്, ഇതെല്ലാം നല്ലതാണ്, എന്റെ ഉമ്മ കാണുന്നുണ്ടല്ലോ, ഇതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ? നിങ്ങൾ കാണുകയാണെങ്കിൽ കഴിയുന്നതും മക്കളില്ലാത്തപ്പം കാണുന്നതിന് വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും മൊബൈൽ ആവശ്യമാണ്. ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിലൂടെയാണ് നടന്നു പോകുന്നത്. ഇതില്ലാതെ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും മൊബൈൽ. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? എന്തിനും ഒരു വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണം. എന്തിനു വേണ്ടി? ഇതിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് എനിക്ക് അത്യാവശ്യമായത് എന്തുകൊണ്ടാണ്? അപ്പൊ മൊബൈൽ അത്യാവശ്യമാണ് എല്ലാവർക്കും. എന്തിനു വേണ്ടി? കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്ക് വേണം. അതിന് വൈ എന്നുള്ളത്. എനിക്ക് കോൾ ചെയ്യാൻ വേണം, അല്ലേ? ഗൂഗിൾ പേ വേണം, ഫോൺ പേ വേണം. നമുക്ക് എല്ലാവിധ ട്രാൻസാക്ഷനും നടക്കുന്നത് ഇതിലൂടെയാണ്. അപ്പൊ നമുക്ക് മൊബൈൽ ആവശ്യം. പിന്നെ ലോക വിവരങ്ങൾ അറിയാൻ നമുക്ക് മൊബൈൽ ആവശ്യം. അപ്പോ ഇതിനൊക്കെ നമുക്കിത് വേണം. യെസ്. എന്നാൽ ഇതല്ലാതെ ഒരുപാട് നെഗറ്റീവ് അതിലുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നുണ്ടോ? അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്തത്. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളിലൂടെയാണോ നമ്മൾ അതിലൂടെ കടന്നു പോകുന്നത്? നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തോളൂ. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ മൊബൈൽ എടുത്തു നോക്കൂ. നിങ്ങൾക്ക് വേണ്ട ആപ്പുകളാണോ അതിലുള്ളത്? നോക്കൂ. നിങ്ങൾക്ക് വേണ്ടാത്ത ഗ്രൂപ്പുകൾ ഒരുപാട് അതിലുണ്ടോ? നോക്കൂ. അങ്ങനെയുള്ള നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരു വർഷമൊക്കെ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി യൂസ് ചെയ്യുന്ന പല ആപ്പുകളും ഒരുപക്ഷെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളൊന്ന് ഒഴിവായി കഴിഞ്ഞാൽ നമ്മളെന്ന വ്യക്തി തന്നെ ശരിയാവും. നമ്മള് വെറുതെ ആവശ്യമില്ലാതെ ഒരുപാട് സംസാരിക്കുന്നു, കോള് ചെയ്താൽ വെക്കുന്നില്ല. ചില ആളുകൾ അങ്ങനെ കോള് ചെയ്താൽ വെക്കേയില്ല, അല്ലേ? നമ്മൾ സംസാരിച്ചു കൊണ്ടേ, നമ്മൾ സംസാരം കുറക്കുക, ആവശ്യത്തിന് മാത്രം മതി. അപ്പൊ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പോഴേ നമുക്ക് ഒരു പർപ്പസ് ഉള്ള ഒരു കാര്യം ഉണ്ടാവും, അതിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സമയം പല വഴികളിലൂടെ പോകുന്നു. അപ്പൊ നമുക്ക് വേണ്ടാത്ത ആ വഴികളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഒരു പക്ഷെ നമ്മൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആരെയോ ഒന്ന് കോൾ ചെയ്യണം എന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഫോൺ എടുത്തു, നമ്മൾ ആദ്യം വന്ന് നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ അതിലേക്ക് പോയി, പിന്നെ ഗ്രൂപ്പിലേക്ക് പോയി, അവിടെ ചാറ്റ് വന്നു, അത് നോക്കി, ഇങ്ങനെ പോയി. എന്തായി സംഭവം? നമ്മൾ എന്തിനാണ് ഫോൺ എടുത്തത് എന്ന് പോലും നമുക്കറിയാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്, അല്ലേ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നില്ലേ?
അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഞാൻ എന്തിനാണോ എടുത്തത്, യെസ്, അത് കഴിഞ്ഞ് അത് അവിടെ വെക്കും. അങ്ങനെ ആയിരിക്കണം നാം. അതല്ലാതെ അതില് ഒരു കോള് ചെയ്യാൻ പോയി പിന്നെ നമ്മുടെ മണിക്കൂറുകളോടോ അതിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. നമ്മളെ ഈ ചിന്തകളില്ലേ, ഇത് നമ്മളൊന്ന് നിയന്ത്രിക്കണം. ഇതിനെ നമുക്ക് കടിഞ്ഞാണിട്ട് പിടിക്കാൻ പറ്റണം. നമുക്ക് വേണ്ടതിലേക്കായിരിക്കണം നമ്മുടെ ചിന്തകൾ പോകേണ്ടത്. നമ്മുടെ ചിന്തകൾ പോകുന്നിടത്ത് നമ്മൾ പോവലല്ല. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒതുക്കി കൊണ്ടുവന്ന് നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. വേണ്ടതിനെ സ്വീകരിക്കും, വേണ്ടതെടുക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോ പറയാൻ വേണ്ടി കട്ട് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യം എല്ലാം ഡിലീറ്റ് ആക്കുക. തയ്യാറാണോ? തയ്യാറാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ലാഭിക്കാം. ഒരു ടൈം മാനേജ്മെന്റ് നമുക്കുണ്ടാകും. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യല്ല, നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്യുന്നു. എനിക്ക് വേണ്ടതിനെ ഞാൻ എടുക്കുന്നു, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചെയ്യുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ ആദ്യം ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവന്ന് നമ്മളിലേക്ക് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് നമുക്ക് കൊണ്ടുവരും. ഇപ്പൊ പല ആളുകളും പലതും ചിന്തിക്കുന്നുണ്ടാവും. എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് അമ്മ എങ്ങനെ ആവണം, എനിക്കിത് പഠിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആള് എന്തുകൊണ്ട് നമ്മൾ അവിടെ എത്തുന്നില്ല? നമ്മുടെ സമയം ഇങ്ങനെ പല വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വേണ്ടത് എന്താണ് അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളാണ്. യെസ്, ഞാൻ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ ബ്രെയിനിന്റെ കാര്യം. ഈ സംഗതിയെ ഇതിങ്ങനെ ചാടി കളിക്കുന്ന ഒരു കുരങ്ങനെ പോലെയാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, മൊബൈലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾക്ക് നമ്മുടെ ഈ മൊബൈലിൽ പലരും നമ്മൾ റീൽസും ഷോർട്സും ഒക്കെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ഇപ്പൊ നമ്മുടെ തലച്ചോറിന് എന്ത് സംഭവിക്കും? നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു കെമിക്കല് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇത് ഹാപ്പിനെസ് ആണ് നമുക്ക് തരുന്നത്, സന്തോഷമാണ് തരുന്നത്, ഒരു ഫീൽ ഗുഡ് ആണ് നമുക്ക് നൽകുന്നത്. അതിന്റെ ആ കെമിക്കലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ആണ്. അപ്പൊ നമ്മൾ ഹാപ്പിനെസ് വേണ്ടിയിട്ടാണ് നമ്മൾ റീൽ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളാണെങ്കിലും അങ്ങനെ തോണ്ടിക്കൊണ്ടേ. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ കാണുന്നതിന്റെ ഭാഗമായി ഈ ഷോർട്സ്, റീൽസ് ഇതൊക്കെ കാണുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിക്കൊണ്ടേ. ഈ ഡോപ്പമിൻ നമുക്ക് കൂടുതൽ ഹൈ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഹാപ്പിനെസ് നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റില്ല. അതാണ് നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ മൊബൈൽ പിടിച്ചു പോകുമ്പോൾ അവർ അഗ്രസീവ് ആവും, അല്ലെ? ദേഷ്യം പിടിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു ഹാപ്പിനെസ്സിന് തകർത്തിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹാപ്പിനെസ് ആയ ഹോർമോണിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകരുത്. നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണം, കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കണം, ആവശ്യമാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തേ പറ്റൂ. മൊബൈൽ തരൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോ നിങ്ങൾക്കൊരു കണ്ടീഷൻ വെക്കാം. നീ ഇന്നത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഫോൺ തരാം, ഇല്ലെങ്കിൽ നീ ആ പണി ചെയ്താൽ ഞാൻ തരാം, ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് ഞാൻ തരാം. ഒരിക്കലും മണിക്കൂറുകളിലേക്ക് പോകരുത്. കുട്ടികൾക്ക് നമ്മൾ 1-2 മണിക്കൂർ ഫോൺ കൊടുക്കാം എന്ന് പറയുന്നത് തന്നെ 20 മിനിറ്റ് മാത്രം അവരെ കാണാൻ വേണ്ടി സമ്മതിക്കുക. ആ സമയമായാൽ നമ്മളത് വാങ്ങണം. ഇനി നിങ്ങളിപ്പോ ആദ്യ തുടക്കത്തിലൊക്കെ നിങ്ങൾ അവരോട് പറയാം, ഒരു അരമണിക്കൂർ തരാം. കണ്ടുവെക്കണം സമയം. കൊടുക്കുന്ന സമയം നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യുക, അവരോട് പറയുക, മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ആ സമയം വരുമ്പോ നിങ്ങൾ അത് തിരിച്ചു വാങ്ങണം.
അലാറം തന്നെ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് തിരിച്ചു വാങ്ങാൻ തയ്യാറാവണം. അതല്ലാതെ ഒരു ദിവസം നിങ്ങളത് പിടിച്ചു വാങ്ങി ഭയങ്കരം എന്താ പറയാ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വാങ്ങും. നാളെ തിരിച്ച് പഴയതുപോലെ തന്നെ ആവുകയാണെങ്കിൽ നിങ്ങൾ ആ പണിക്കുന്നില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഫോണ് കൊടുക്കുന്ന അരമണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വേണമെന്ന് പറയുന്നു. ആ സമയം കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങണം. അതിന് ഇനി അവരെന്ത് പറഞ്ഞിട്ടോ കാര്യമില്ല, നിങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. ആദ്യം തന്നെ പറയണം, കൊടുക്കുമ്പോൾ അരമണിക്കൂറേ ഉള്ളൂ, ബോധ്യപ്പെടുത്തണം. നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലായിരിക്കും, മക്കളോടൊന്നും പറയില്ല, അവരോട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കണ്ട് അത് വാങ്ങി പിടിച്ചു വാങ്ങി. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. കുട്ടികൾ എന്ന് പറയുന്ന അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. നിങ്ങളോട് വൈരാഗ്യം ദേഷ്യമൊക്കെ വരാൻ അതിന് കാരണമാവും. അതുകൊണ്ട് അവരോട് എന്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി കാര്യങ്ങൾ കൊണ്ടാണ് ഈ അരമണിക്കൂർ നിനക്ക് തരുന്നത്, കാരണം കണ്ണിന് കേടുണ്ട് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ